ഗായ്സ്, അപ്പോൾ ഇന്ന് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബസ് വന്നു. അങ്ങനെ ക്ലാസ് എത്തി. അങ്ങനെ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയി. അപ്പം നമ്മളെ പിക്ചൊക്കെ ട്രാൻസിഷൻ പിന്നെ കുറേ ഫോട്ടോ പിക്ക് ഇതെല്ലാം എടുത്ത്. ഇതെന്ന് പറയുമ്പം ഇന്നലെ നമുക്കിവിടെ മെഹന്തി ഇട്ട് തന്നില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് അതാണ് ഇത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം താഴോട്ടൊക്കെ നോക്കി നിന്ന് പിന്നെ ഇവിടെ ടീച്ചറിൻ്റെ കൂടെ ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്ത് ഒന്നും എടുത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സീനിയേഴ്സ് നമുക്ക് ടാസ്ക് തരും. ആ ടാസ്ക് പറഞ്ഞിട്ട് ഏതെങ്കിലും റാൻഡം നമ്പർ വിളിക്കും. അതാണ് ടാസ്ക്. ഇതാണ് നമ്മളെ ഹിന്ദി ടീച്ചർ. അങ്ങനെ കുറേ പ്രസംഗവും ഇത് മറ്റേ വിളക്ക് കത്തിക്കുന്നതും പിന്നെ മാഗസീൻ കൊടുക്കുന്നതും അതൊക്കെയായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുറേയൊക്കെ സംസാരിച്ചുകൊണ്ട സമയത്ത് അവിടെ അടി നടന്നു. അടിയെന്ന് വെച്ചാൽ ഇഷ്യൂ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഇയർ ആയിട്ടാണോ സെക്കൻഡ് ഇയർ ആയിട്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ആപ്പിൾ ഫിസ്സൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ നമ്മുടെ ടാസ്കിൻ്റെ ഓരോരോ ഐറ്റംസൊക്കെ ഇരിക്കണമെന്നുള്ള ഭയങ്കര ടെൻഷനാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ എന്നെ വിളിച്ചു. എനിക്കുള്ളതെന്ന് വെച്ചാൽ ഹാൻഡ് യൂസ് ചെയ്യാതെ കടിച്ച് ആ ബണ്ണ് കഴിക്കണം. ആ ബണ്ണെന്ന് വെച്ചാൽ സോഫ്റ്റ് ബണ്ണല്ല, ഭയങ്കര ഹാർഡാണ് ബണ്ണ്. ആ ബണ്ണ് കഴിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. അങ്ങനത്തെ ടെക്സ്ചറാണ് ആ ബണ്ണിന്. അങ്ങനെ അതെങ്ങനെയൊക്കെയോ കഴിച്ച്, പക്ഷേ ജയിച്ചില്ല. ജയിച്ചത് എൻ്റെ അപ്പുറത്തേക്കുന്ന കുട്ടിയാണ് ജയിച്ചത്. അങ്ങനെ നമുക്ക് പണിഷ്മെൻ്റായിട്ട് ഒന്നെങ്കിൽ പാവയ്ക്ക അല്ലെങ്കിൽ നാരങ്ങ, ഇതിലേതെങ്കിലും ഒന്ന്. ഞാൻ നാരങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് ഷാജുവിന് കൊടുത്തു. ഇതെന്ന് പറയുന്നത് 1 മിനിറ്റ് സാരി ഉടുക്കണം. അങ്ങനെ ഇവർ സാരിയൊക്കെ കൊടുത്തിട്ട് ഇവർ റാം വാക്ക് ചെയ്യും. അതാണ് അടുത്തത്. അങ്ങനെ ഇവരെ റാം വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് ഫുഡ് തന്നായിരുന്നു. ഒരു ജ്യൂസ്, ഒരു കേക്ക്, ഒരു കട്ട്ലറ്റ്, അത്രയും. ഇത് നമ്മളെ ക്ലാസ്സിലുള്ളതും നേരത്തെ നമ്മളെ ക്ലാസ്സിലുള്ളത്. പിന്നെ ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് എനിക്കറിയില്ല. ഇത് ആങ്കറിങ് ഉള്ള മാമിയാണ്, ചേച്ചിയാണ്. പിന്നെ പാട്ട് ഡാൻസൊക്കെ ആയിരുന്നു ഇനി അടുത്തുള്ളത്. പിന്നെ നമ്മളപ്പോൾ തന്നെ കഴിച്ചു. നമ്മൾ കഴിച്ച് ഒരു 10-20 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടി. എന്നിട്ട് പിന്നെ ഡാൻസ് തുടങ്ങി. ഇവരായിരുന്നു ഫസ്റ്റ് ഡാൻസ്. അങ്ങനെ ഡാൻസൊക്കെ നമ്മൾ നോക്കുന്നത് നമ്മളെടുത്ത പാട്ട് ഇവരെടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ നോക്കാറ്. ഇത് നമ്മൾ കഴിക്കായിരുന്നപ്പം സീനിയർ ചേട്ടന്മാർ കൊണ്ടിട്ട് നമുക്ക് ഇത് തന്നു. ഈ കാർഡും ഒരു മുട്ടായും തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ ഇവളെ വായനയും മഴയും ഒരുമിച്ച്. അങ്ങനെ ഇത് 3rd ഇയറാണ് ഈ ചേച്ചിമാർ പൊളിയായിട്ട് കളിച്ച് രസമുണ്ടായിരുന്നു. ഇവൻ ഫ്രഷറാണ്, എനിക്കറിയത്തില്ല അത്. പക്ഷെ ഇവന് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അത് പറയണം. കാരണം കുറേ പാട്ടിട്ടിട്ട് ഒറ്റയ്ക്കാണ് കളിച്ചത്. ഇത് ഫസ്റ്റ് ഇയറാണ്, പക്ഷെ കൊള്ളാം. ഇതെന്ന് പറയുമ്പോൾ ആ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് ഈ ചേട്ടന്മാരൊന്ന് ഡാൻസ് കളിച്ച്. പക്ഷേ ഈ ചേട്ടൻ പൊളിയായിരുന്നു. ഈ ചേട്ടനെ എനിക്ക് പറയാൻ വാക്കില്ല. കാരണം മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ല, ആ സാധനമായിരുന്നു ആ ചേട്ടൻ. പിന്നെ നമ്മൾ ആ പഴയ ടൈപ്പ് ഡാൻസ് നമുക്ക് പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കുറേ വീഡിയോ എടുത്തേനെ. അങ്ങനെ നമ്മൾ പിന്നെ കുറേ ഡാൻസ് കളിച്ച് നമ്മൾ കുറച്ചൊക്കെ എടുത്തുള്ളൂ, സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ വേർത്ത് കുളിച്ച് തല കറങ്ങിയ അവസ്ഥ എത്തി. കാരണം അത്രയ്ക്ക് കിടന്ന് ചാടി മാറി തുള്ളി എന്നാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം തുള്ളുന്നത്. അങ്ങനെ കുറേ ഡാൻസ് കളിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ പോയിട്ട് നൈറ്റ് കോവിലിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കോവിലൊക്കെ പോയി നേരെ വീട്ടിലോട്ടപ്പോൾ